നമ്മുടെ കുടുംബജീവിതത്തെ ദൈവവചനമനുസരിച്ച് പണിയുന്നെങ്കിൽ അത് നിലനിൽക്കും, തലമുറകളോളം നിലനിൽക്കും. നമുക്ക് അനുദിനം വചനം ശ്രവിക്കുകയും അപ്രകാരം ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യാം. കേൾവിയിലൂടെ വിശ്വാസം വർദ്ധിക്കുന്നു, നമ്മുടെ ജീവിതം പരിശുദ്ധമാകുന്നു, പാറമേൽ പണിതുയർത്ത ഭവനം പോലെ ഉറപ്പുള്ളതായിത്തീരുന്നു. മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിൽ രണ്ടാശയമാണ്. ഒന്ന്, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൽ ആഞ്ഞടിച്ചു, എന്നാൽ ആ ഭവനം വീണില്ല. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ്, ജീവിച്ച ബുദ്ധിമതിയായ വ്യക്തിയാണ്. പാറമേൽ വീട് പണിത ബുദ്ധിമതിയായ വ്യക്തിക്ക് സമാന്തരം. അപ്പോൾ ബുദ്ധി, ജ്ഞാനമാണ് പ്രധാന വിഷയം അവിടെ. ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിന് ഒന്ന് നമ്മളിങ്ങനെ ഡയറക്റ്റ് പ്രാർത്ഥിച്ച് നമുക്ക് ലഭിക്കാം, മറ്റൊന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം. വചനം നമ്മൾക്ക് ജീവിക്കണം. വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് വചനം നമ്മളിൽ മാംസമാകുന്നത്. ഏഷ്യ 59:21 പറയുന്നുണ്ട്. ഏഷ്യ 59:21 പറയുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എന്റെ ആത്മാവും, നിന്റെ മേലുള്ള എന്റെ ആത്മാവും, നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും, നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. അതെല്ലാവരും ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചത്. നിങ്ങൾ നേറ്റു പറഞ്ഞുകൊണ്ട് ഈ വചനം സ്വീകരിച്ച് 59:21 ഏഷ്യ എല്ലാവരും ഏറ്റുപറഞ്ഞുകൊണ്ട്, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന ഈ വചനം, ആ വചനത്തിൻ്റെ വലിയ ശക്തി എന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ ആഴമായി പതിക്കണം. അങ്ങനെ നമ്മൾ ആ വചനം സ്വീകരിക്കുകയാണെങ്കിൽ, നമ്മൾ ആ വചനമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ആ വചനം നമ്മളിൽ നിന്നോ അല്ലെങ്കിൽ ആ വചനം നമ്മളിൽ പ്രസരിച്ച് നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുഞ്ഞുമക്കളിലേക്കും അത് പ്രസരിക്കുമെന്ന് കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. കണ്ടോ? വചനം അനുസരിച്ച് ജീവിച്ചാൽ അത് ഇന്നത്തെ നമ്മുടെ ഈ തലമുറയ്ക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറാവുന്ന ഏറ്റവും വലിയ ഒരു ധനമാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്നെ മടിയിലിരുത്തി വചനം പറഞ്ഞു തരുമായിരുന്നു. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? അപ്പൂപ്പൻ, ഞാൻ ചേന്നമംഗലത്താണ് എൻ്റെ സ്വദേശം. ആ ചേന്നമംഗലത്ത് ഉണ്ടായിരുന്ന വലിയ ഒരു പ്രധാനം, അവിടെ
യഹൂദരുണ്ടായിരുന്നു. യഹൂദ, ഇപ്പോൾ ഈ ഇടയ്ക്ക് അവിടുത്തെ യഹൂദ പള്ളി പുതുക്കി പണിതതിൻ്റെയൊക്കെ പേപ്പറിൽ കണ്ടല്ലോ. കുറേ യഹൂദരവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അപ്പൂപ്പൻ ഒരു വൈദ്യനായിരുന്നു. അപ്പോൾ ഈ യഹൂദന്മാർ വന്നു കഴിഞ്ഞാൽ അവരുടനെ എടുത്തിട്ട് സംസാരിക്കുന്നത് എന്താ? ബൈബിളിനെ കുറിച്ചാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾക്കൊന്നും ബൈബിൾ സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇന്നും പറ്റുന്നില്ല പലർക്കും, ഇല്ലേ? അപ്പോൾ അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഈ യഹൂദന്മാർ വന്നത് സംസാരിക്കുമ്പോൾ ഇവർക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി പഠിക്കാൻ നിർബന്ധനായി. അങ്ങനെ അപ്പൂപ്പൻ ഈ ബൈബിള് എന്നിട്ട് പെർമിഷൻ എടുത്ത് അരമനയിൽ നിന്ന് ബൈബിള് വാങ്ങിക്കൊണ്ടുവന്ന് വായിച്ച് പഠിച്ചപ്പോഴല്ലേ മനസ്സിലാവണം ഇത് എല്ലാവരും പഠിക്കേണ്ടതാണ്. അങ്ങനെ അപ്പൂപ്പൻ എന്ത് ചെയ്തു? മക്കളോടെല്ലാം എല്ലാവരും കണിശമായി ഒരധ്യായം ബൈബിൾ വായിക്കാണ്ട് അത്താഴമില്ല, അങ്ങനത്തെ ഒരു നിയമം അങ്ങ് വെച്ചു. എന്നിട്ട് അപ്പൂപ്പൻ അങ്ങനെ ഇരിക്കും, എല്ലാവരും വായിക്കും, വായിച്ച് കേട്ട്. അങ്ങനെ ഈ യഹൂദന്മാർ സഹോദരന്മാർ അവിടെ വരുമ്പോൾ അവരോട് ഇതിനെക്കുറിച്ച് വാഗ്വാദങ്ങൾ നടത്തും. അവർ ബൈബിളിനെ ആത്മതമാക്കി ചർച്ചകൾ നടത്തും. ആ വചനം അന്ന് ആ അപ്പൂപ്പൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ വചനം ഇപ്പൊ നമ്മൾ കേട്ടെന്താ? അത് അപ്പൂപ്പനിൽ നിന്നും പോയില്ല. നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്നും ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. ശരിയല്ലേ? എൻ്റെ അപ്പൻ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ കിടത്തി ഉറക്കുമ്പോൾ പാടിയിട്ടുള്ള പാട്ടുകളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥകളെല്ലാം, സക്കേവൂസിൻ്റെ കഥ, ദാവീദും ഗോലിയാത്തിൻ്റെയും കഥ, ഇതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് അപ്പോൾ ആ പറഞ്ഞു തരുന്നത് കൂടാണ്ട് അത് നമ്മുടെ രക്തത്തിലുണ്ടത്. വചനം എവിടെയുണ്ട്? നമ്മുടെ രക്തത്തിലുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ക്രിസ്തു എങ്ങനെ ഉണ്ടായിരിക്കണം? വചനമായിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അല്പം പോലും പ്രതീക്ഷിച്ചില്ല എൻ്റെ മകൾ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ അവൾ അതിൽ നിന്നും തിയോളജി പഠിക്കാൻ പോകുന്നു. അങ്ങനെ അവൾ തിയോളജി പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടുകയാണ്. അതും മാരേജ് ആൻഡ് ഫാമിലി, കുടുംബജീവിതത്തിൻ്റെ തിയോളജി. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിത്ത് എവിടെയാണ് പാകിയിരുന്നത്? എത്ര തലമുറ മുമ്പ് അപ്പൂപ്പൻ ആ ബൈബിൾ പഠിച്ചതിലാണ് ഇത് പാകിയിരിക്കുന്നത്. ഇന്ന് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും വചനം പ്രഘോഷിക്കുക. എവിടെയാണ് ഇതിൻ്റെ രഹസ്യം? ഇത് എൻ്റെ രക്തത്തിലുണ്ട്. എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാനിത് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് എൻ്റെ അടുത്ത തലമുറയിലും അങ്ങനെ പടർന്ന് ഒരു പുതിയ പ്രസ്ഥാനം, ഒരു പുതിയ തലമുറ തന്നെ ഉണ്ടാകുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ഭവനം പണിയുകയാണെങ്കിൽ, നമ്മളുടെ കുടുംബം പണിതുയർത്തുകയാണെങ്കിൽ, അത് ഇന്ന് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷം മാത്രമല്ല, ഈ ദാമ്പത്യ പലരിൽ നിന്നും തളിർത്തു വരുന്ന ശാഖകൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാവരും അവരുടെ രക്തത്തിൽ, അവരുടെ ജീവനിൽ ഈ വചനം ഉണ്ടായിരിക്കും. അങ്ങനെ മാത്രമേ നമ്മൾക്ക് അടുത്ത തലമുറയെ നേർവഴിക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത തലമുറ ഇന്നത്തേക്കാളും വളരെ പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ട തലമുറയാണ്. ലോകത്തിൻ്റെ ഈ കുത്തൊഴുക്കിൽ, ഈ സംസ്കാരത്തിൻ്റെ, ഈ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ കുത്തൊഴുക്കിൽ അടുത്ത തലമുറ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരെ ഇപ്പോഴേ വചനത്തിൽ വളർത്താൻ സാധിക്കണം. അവരെ വചനത്തിൽ വളർത്തണമെങ്കിൽ വചനം എവിടെ ഉണ്ടാകണം? മാതാപിതാക്കളായ നമ്മളിലുണ്ടാകണം. അപ്പോൾ വചനം നമ്മളിൽ ഉണ്ടാകണം, വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം, വചനം നമ്മൾ പഠിക്കണം. ശ്രവണത്തിലൂടെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ഹിന്ദിയിലാണത്.
सुनने से विश्वास उत्पन्न होता है, सुनने से विश्वास उत्पन्न होता है. കേൾവിയിലൂടെ വിശ്വാസം വർദ്ധിക്കുന്നുവെന്ന്. അപ്പോൾ എന്താണ് കേൾക്കേണ്ടത്? വചനം ശ്രവിക്കണം. അപ്പോൾ നമ്മളുടെ അനുദിന ജീവിതത്തിൽ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം ഹൃദയത്തിലുണ്ടാകണം, വചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അപ്പോൾ വചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഇടയ്ക്കുണ്ടായ ഒരു ശാലോമിലെ ഒരു പ്രഭാഷണത്തിൽ കേട്ടൊരു കാര്യമാണ്. വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, അച്ഛൻ അതിൽ പ്രസംഗിക്കുകയാണ്. ഇങ്ങനെ ഒരു ബസ്സിൽ നിങ്ങൾ കേട്ട് കാണും, കണ്ടക്ടറെ ആൾക്കാർ തല്ലി. ആരോ ഒരു സംഭവമാണ്. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറെ തല്ലിയാലത്തെ അവസ്ഥ എന്താ? സാധാരണഗതിയിൽ വലിയ ബഹളമുണ്ടാകും. അയാൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും, പോലീസിൽ വണ്ടി കയറ്റും, ആളുകളെ വണ്ടി നിർത്തും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഇയാൾ അവിടെ തല്ലും കൊണ്ട് കൂളായിട്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ ആ വണ്ടിയിലുണ്ടായിരുന്ന അച്ഛന് ഒരു പ്രത്യേക അനുഭവം. അച്ഛൻ അയാളുടെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ ഒന്നും പ്രതികരിക്കാതിരുന്നത്? അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇതൊരു അച്ഛനാണെന്ന് മനസ്സിലായി. ആ അച്ഛനാണല്ലേ എന്ന് ചോദിച്ചു. ആ അച്ഛനാണ്. അല്ല, എന്താ അയാൾ അടിച്ചിട്ടൊന്നും പ്രതികരിക്കാതിരുന്നത്? അപ്പോൾ ഇയാൾ പറയുകയാണേ, ഞാൻ അച്ചോ കുറേ നാളുകളായി ഈ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞേക്കണ ആ വചനം വായിച്ചാറുണ്ട്. ഒരു കരണത്തടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കുക. പക്ഷെ ഇതൊന്ന് ശരിക്കൊന്ന് അനുഭവമാകാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം ഈ വചനം എന്നിലൊന്ന് പൂർത്തിയാകാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നത് പൂർത്തിയായി. മനസ്സിലായോ? ഇങ്ങനെയാ വചനം പൂർത്തിയാകണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? വചനം ഇപ്പോൾ അയാളുടെ ജീവിതത്തിൽ പൂർത്തിയായി. സുവിശേഷത്തിൽ ഈശോ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് ആ പീഠാസഹനത്തിൻ്റെ കാലഘട്ടത്തിലെല്ലാം കുരിശ് ചുമക്കുന്ന സമയത്തും പീഠാസഹനത്തിൻ്റെ സമയത്തൊക്കെ എഴുതിപ്പെട്ടിരിക്കുന്നത് ഇത് ഇന്ന വചനം പൂർത്തിയാകാൻ വേണ്ടിയാണെന്ന് എഴുതിയിരിക്കണം, അല്ലേ? ഈശോയുടെ ഓരോ നീക്കങ്ങളും എന്നെക്കുറിച്ച് പ്രവാചക ഗ്രന്ഥത്തിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വചനങ്ങൾ നമ്മളിൽ പൂർത്തിയാകണം. അപ്പോൾ ആരെങ്കിലും ഒരു കരണത്ത് അടിക്കുകയാണെങ്കിൽ ഉടനെ എൻ്റെ കർത്താവേ നന്ദി, ആ വചനം എന്നിൽ പൂർത്തിയായി എന്ന് ആശ്വസിക്കുമ്പോഴാണ് ദൈവകൃപ കിട്ടണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു ദിവസം. അങ്ങനെ ധാരാളം വചനങ്ങൾ പൂർത്തിയാകാനുണ്ട്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അമ്മായിയമ്മ നമ്മളെ പീഡിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്താ? അമ്മായിയമ്മയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. അമ്മായിയമ്മ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ ആത്മാർത്ഥമായി ആ അമ്മായിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നർത്ഥം. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അമ്മായിയമ്മയുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ഒഴുക്കും. പിന്നെ അമ്മായിയമ്മയ്ക്ക് നമ്മളെ പീഡിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ബുദ്ധി വേണമെന്ന് പറഞ്ഞത്. ഈശോ പറഞ്ഞിട്ടുള്ളതാണ്, മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ വ്യാജമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ വചനം ഒന്ന് പൂർത്തിയാക്കാൻ നോക്ക്. അന്വേഷിച്ച് നടക്ക്. ആരാ നമുക്കെതിരെ സംസാരിക്കണേ? ആരാ നമുക്കെതിരെ? എവിടെയാണത്? ഏറ്റവും വലിയ സുവിശേഷ ഭാഗ്യമാണത്. എന്താ സുവിശേഷ ഭാഗ്യം? സുവിശേഷ ഭാഗ്യം എന്നാ പറയണത്. മത്തായി 5-ാം അധ്യായത്തിൽ 11-ാമത്തെ സുവിശേഷ വചനം.
എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ ഈ ഭാഗ്യം കിട്ടുന്നത് എങ്ങനെയാ? ഇതൊന്നും സംഭവിച്ചാലേ കിട്ടുള്ളൂ. ഇത് സംഭവിച്ചാൽ മാത്രം പോരാ. ആ സമയത്ത് ഇപ്പോൾ ഞാൻ മത്തായി 5:11 എന്ന് സന്തോഷത്തോടു കൂടി അതെൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിരിക്കുന്നു കർത്താവേ, നന്ദി എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കാൻ സാധിക്കണം. അല്ല, അതെന്താ നിങ്ങൾ അങ്ങനെ പറയണേ, ഞാൻ മനസ്സാവാചാരിയാത്ത കാര്യത്തിന് നിങ്ങൾ ഇതേമാതിരി എന്നോട് പറയണേ എന്തിനാന്നും പറഞ്ഞ് പതയെന്നങ്ങ് പറഞ്ഞു ഉയർന്നാൽ വല്ല അർത്ഥമുണ്ടോ? അതിൽ പോയില്ലേ, നമ്മുടെ കാറ്റ് പോയി. അതാണ് വചനം നമ്മളിൽ പൂർത്തിയാകണം. 5:43 അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. പക്ഷെ വീട്ടിൽ ചെന്ന് അമ്മായിയമ്മ പീഡിപ്പിക്കുമ്പോൾ നമ്മൾ ഉടനെ വഴക്ക് പറയും. അപ്പൊ ഈ വചനം എവിടെ പോയി? നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പീഡിപ്പിക്കുന്ന ആളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയും, അല്ലെങ്കിൽ സ്പർശനമുണ്ടാകും, ദൈവാനുഭവം ഉണ്ടാകും. പിന്നെ അയാൾക്ക് പീഡിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അന്ധകാരത്തിൽ പ്രകാശം വരും. അങ്ങനെ ആ പ്രകാശം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അവർക്ക് നമ്മെ പീഡിപ്പിക്കാൻ സാധിക്കില്ല. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനവും വചനവും തമ്മിലുള്ള കണക്ഷനാണ് ഈ പറഞ്ഞത്. നേരത്തെ നമ്മൾ ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഈ ജ്ഞാനവും വചനവും തമ്മിലുള്ള കണക്ഷൻ ഇതാണ്. വചനങ്ങൾ, അപ്പോൾ മത്തായി 5-ാം അധ്യായം 5, 6, 7 ഈ 3 അധ്യായത്തിൽ നമ്മൾ ജീവിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ആ 3 അധ്യായത്തിലെ കാര്യങ്ങളാണ് ഈ പറയണത്. ആ 3 അധ്യായം അനുസരിച്ച് ജീവിച്ചാൽ ക്രിസ്തീയ ജീവിതം വളരെ വിജയകരമായിരിക്കും. ഈ കുടുംബ പ്രശ്നങ്ങളുടെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങളുടെ കർത്താവ് ഇതിനുവേണ്ടി പ്രത്യേകം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അനേക കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാക്കാൻ. വത്സ്യയുടെ അടുത്തൊരു സഹോദരി വന്ന് പറഞ്ഞു, എന്നെ ഇങ്ങനെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്, എനിക്കൊരു നിവൃത്തിയില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ വത്സ ആശ്വസിപ്പിച്ച് അവസാനം പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വന്ന് അവിടെ താമസിച്ച് പ്രാർത്ഥിക്കുക, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അവൾ ഞങ്ങളുടെ കുടുംബത്ത് വന്നു, ഞങ്ങളുടെ മിനിസ്ട്രിയിൽ വന്നു. ഞങ്ങളുടെ കൂടെ താമസിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഉപവസിക്കുന്നതിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച് കുറച്ച് ദിവസം പ്രാർത്ഥിക്കുമ്പോഴേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. അപ്പോൾ ഞങ്ങളിൽ ചിലർ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. 40 ദിവസം വെറും വെള്ളമോ കൂടി വന്ന കഞ്ഞിവെള്ളമോ കുടിച്ച് മാത്രം ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഈ സഹോദരി പറഞ്ഞു, ഞാനും അവരുടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം കുറച്ച് ദിവസം 2-3 ദിവസമൊക്കെ ഉപവസിച്ച് അങ്ങനെ പ്രാക്ടീസ് ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ആക്കിയിട്ട് പിന്നെ അവരെ ഉപവസിച്ചു. ഈ കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് ഫോൺ ചെയ്യാൻ പോലും സാധിച്ചില്ല. എന്നിട്ടും നിരാശപ്പെടാതെ വീണ്ടും പ്രാർത്ഥിച്ചു. 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി അവൾക്ക് തോന്നുകയാണ് ഇനിയും ഒരു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ആ രണ്ടാമത്തെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ടെലിഫോൺ വന്നു ഭർത്താവിൻ്റെ അടുക്കൽ. വത്സയ്ക്കാണ് ടെലിഫോൺ കിട്ടിയത്. ഉടനെ വത്സ അയാളോട് സംസാരിച്ചു. അവരെ തമ്മിൽ സംസാരിപ്പിച്ചു, അയാളെ വീട്ടിൽ വിളിച്ചു. അങ്ങനെ അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ അവർ വളരെ സന്തോഷകരമായി ജീവിക്കണം. അല്ലേ? യെസ്. നോക്കിയേ, ഇത് ഞാൻ പറഞ്ഞത് ഒരു കുടുംബ പ്രശ്നം
കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തോരം പ്രാർത്ഥിക്കേണ്ടി വന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊന്ത അല്ലെങ്കിൽ ആ ഒരു രഹസ്യം ചൊല്ലി ആഴ്ച വെച്ച് പ്രാർത്ഥിക്കും. ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഇതിന് എന്തോരു വലിയ അന്ധകാരമാണ്, എന്തോരു വലിയ പൈശാചിക പ്രവർത്തനമാണ് ഒരു കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ആ കുടുംബത്തിലെ അസമാധാനത്തിനെതിരായി പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ ഈ നിലവിലുള്ള സാധാരണ പ്രാർത്ഥനകളൊന്നും പോരാ. ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ ജർമ്മനിയിൽ 2 വർഷം മുമ്പ് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് കരഞ്ഞു പറയുകയാണ്, എൻ്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയി, എനിക്ക് 24 വയസ്സുള്ള മക്കളുണ്ട്, വേറൊരു മകൾ, 3 പെൺമക്കളുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ അയാളോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. 2 വർഷത്തെ നിരന്തര പ്രാർത്ഥന, 2 വർഷം അയാളും ശരിക്കും പ്രാർത്ഥിച്ചു. അയാൾ നമ്മളുടെ നിത്യാരാധനാ കേന്ദ്രത്തിൽ വന്ന് ദിനരാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തി, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ ആരുടെ കൂടെ ഇപ്പോൾ ജീവിക്കണോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ മാസം ഇയാൾ ഓടി വന്നിരിക്കുകയാണ്, എൻ്റെ ബ്രദറെ അവൾ തിരിച്ചു വന്നിരിക്കണോ, എൻ്റെ ഭാര്യ തിരിച്ചു വന്നു. എന്നിട്ട് അവളെയും കൊണ്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. 2 വർഷത്തെ നിരന്തര പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ആ ബന്ധനം ഒന്ന് വിട്ടു പോന്നത്. അപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെക്ക് സാത്താൻ്റെ പൈശാചിക ആക്രമണത്തിനെതിരെ വലിയ ഒരു യുദ്ധം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ പ്രാർത്ഥന പോരാ. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളെല്ലാം ശക്തിപ്പെടുത്തണം എന്ന് മാത്രമല്ല, മറ്റു കുടുംബങ്ങളെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ അതിനകത്ത് വ്യക്തമാക്കുന്നത്, നമ്മുടെ അയൽ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും എനിക്കൊരു ചോദ്യമാണ്, ഞാൻ ഈ കുടുംബജീവിതം നയിക്കണം, എന്നെ എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവനും കൊണ്ടു നടക്കുന്നത്? പ്രധാന കാര്യം ഈ കുടുംബജീവിതത്തിനെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടായ ദൂഷ്യങ്ങളും ഗുണങ്ങളും എന്തെല്ലാം അനുഭവങ്ങൾ നമുക്കുണ്ടായോ ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മറ്റു കുടുംബങ്ങളെ സഹായിക്കുക. ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഒരു പ്രവാചക ദൗത്യം ഇതാണ്. നമ്മൾ ഓരോരുത്തരുടെയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽ കുടുംബത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് എന്താ? ആ കുടുംബത്തിൽ എന്തെങ്കിലും അസമാധാനം ഉണ്ടോ, ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ബന്ധുക്കളുടെ എല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാലേ മറ്റു കുടുംബങ്ങൾ തകരാതെ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ അനേകം കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ കുടുംബത്തിനൊരു അനുഗ്രഹമായി മാറും. നമ്മുടെ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും അത്. ഓൾറൈറ്റ്, അപ്പോൾ വചനം പൂർത്തിയാകണം. നമ്മളിൽ വചന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം.